എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാസിത്ത് ആൽവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിച്ച ഒരു നിമിഷം എന്ന് പറയുന്ന പരിപാടിയിൽ ഭയങ്കര ഹിറ്റായ പോപ്പുലറായ ഒരു വ്യക്തിയായിരുന്നു ബാസിത്ത് ആൽവി. കൊല്ലം സ്വദേശിയാണ് ബാസിത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവ് കണ്ടിട്ടാണ് STPയും പോപ്പുലർ ഫ്രണ്ടും ഈ സുഡാപ്പി റാഞ്ചുന്നത്. അതിനുശേഷം ഈ സുഡാപ്പി ചെയ്തെന്താണെന്നറിയോ? കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ STPക്കും PFIക്ക് വേണ്ടിയിട്ട് ഭയങ്കര വർഗീയത പ്രസംഗിക്കലായിരുന്നു ഇവൻ്റെ പണി. അപ്പോൾ 2022 സെപ്റ്റംബർ 20 കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചപ്പോൾ ഈ ബാസിത്ത് ആൽവിയെ തൂക്കി. അപ്പോൾ ആദ്യം ബാസിത്ത് ആൽവിയെ തിഹാർ ജയിലിലായിരുന്നു പാർപ്പിച്ച്. അതിനുശേഷം ഏകദേശം 2 വർഷത്തോളം തിഹാർ ജയിലിലായിരുന്നു. അതിനുശേഷം കുറച്ച് മാസമായിട്ട് ഗാസിയാബാദ് ജയിലിലാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ബാസിത്ത് ആൽവിയെ ഗോരഖ്പൂർ ജയിലിലേക്ക് സുഖചികിത്സക്കായി കൊണ്ടുപോകുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ബാസിത്ത് ആൽവിയെ ഗാസിയാബാദിൽ നിന്ന് സുഖചികിത്സക്കായി UP പോലീസിൻ്റെ സുഖചികിത്സക്കായിട്ട് ഗോരഖ്പൂർ ജയിലിലേക്ക് പോകുന്നത്. ഗോരഖ്പൂർ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? സാക്ഷാൽ യോഗി ആദിത്യനാഥിൻ്റെ സ്വന്തം സ്ഥലമാണ് ഗോരഖ്പൂർ. ഈ ഗോരഖ്പൂർ ജയിലിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഗോരഖ്പൂർ ജയിലെന്ന് വെച്ചാൽ വലിയ ജയിലാണ്, പണ്ടേയുള്ള ജയിലാണ്. അപ്പോൾ ഈ ജയിലിൽ ഇന്ത്യയിലെ ഏറ്റവും കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ഈ പിടിച്ചവരി മോഷണം അങ്ങനത്തെ കൊടും ക്രിമിനൽസ്, അതായത് പ്രത്യേകിച്ച് കൂടുതൽ രാജ്യസുരക്ഷ, അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികളായ ഇസ്ലാമിക് ജിഹാദ് നടത്തുന്ന അങ്ങനത്തെ ആൾക്കാരൊക്കെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗോരഖ്പൂർ ജയിൽ. ഈ ഗോരഖ്പൂർ ജയിലിലെ ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര എനർജറ്റിക് ഓഫീസേഴ്സാണ് അവിടെയുള്ള കൂടുതൽ ആൾക്കാർ. അവരുടെ പക്കൽ ഒരു സുഖചികിത്സയുണ്ട്. ആ സുഖചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ബാസിത്ത് ആൽവിയെ ഗോരഖ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ബാസിത്ത് ആൽവി ഈ മറ്റെന്താ പറയുക, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുന്നേ പ്രസംഗിച്ചൊരു വലിയൊരു കാര്യം, ഭയങ്കര പോപ്പുലറായിരുന്നു ആ സമയത്ത്. അതായത് ഞങ്ങളുടെ ഉമ്മ പെങ്ങന്മാരെ ഏതെങ്കിലും ഓഫീസർമാരുടെ മുമ്പിൽ പൗരത്വം തെളിയിക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വത്സൻ തില്ലങ്കരിയുടെയും സന്ദീപ് വാര്യയുടെയും പോലത്തെ എന്താ പറയുക അവരുടെ ഭാര്യമാർക്ക് വിധവാ പെൻഷൻ വാങ്ങാൻ ഞങ്ങൾ ക്യൂ നിർത്തിക്കും എന്നാണ് പറഞ്ഞത് ഈ ബാസിത്ത് ആൽവി. അപ്പോൾ ഇതൊക്കെയായിരുന്നു എന്നെ ഒന്ന് നോട്ട് ചെയ്തിരുന്നത്. അത് ഇന്ത്യ മൊത്തം പ്രചരിച്ചൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയ നിങ്ങൾ അടിച്ച് നോക്കിയാൽ, നെറ്റിൽ അടിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ബാസിത്ത് ആൽവി സ്പീച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നോക്കിയാൽ മതി. അതിൻ്റെ എന്താ പറയുക ട്രാൻസ്ലേറ്റഡ് വേർഷൻ വരെ ഉണ്ട്. അതിൻ്റെ അടിയിൽ എന്താ പറയുക സബ് ടൈറ്റിൽ കാണിച്ചിട്ട് ഇന്ത്യ മൊത്തം പ്രചരിപ്പിച്ചിരുന്നു. നല്ലൊരു കാര്യമാണ്. അതായത് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി ആയിട്ട് കേരളത്തിലെ ആൾക്കാരെ മൊത്തം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനത്തും ഈ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അതായത് കുറേ അവിടെ നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിലൊക്കെ പല സ്ഥലത്തും നടന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ആൽവിയുടെ വീഡിയോ ഭയങ്കര പോപ്പുലറാക്കിയിരുന്നു. അതായത് അതിൻ്റെ സബ് ടൈറ്റിൽ ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാ സബ് ടൈറ്റിലിട്ട് കാണിച്ചിരുന്നു. നിങ്ങൾ അടിച്ച് നോക്കിയാൽ അത് കാണും. അത്രയും വർഗീയ പ്രസംഗങ്ങൾ നടത്തി സുഡാപ്പിയായിരുന്നു. ആ സുഡാപ്പിയായിരുന്നു എന്താ പറയുക ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധന സമയത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് ഇപ്പം ഗോരഖ്പൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ STP നിരോധിക്കാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ. ഈ അടുത്ത മാസം അല്ലെങ്കിൽ മെയ് മാസത്തോടുകൂടി, ഏപ്രിൽ ഓർ മെയ് മാസത്തിലോടുകൂടി ഈ STPക്ക് നിരോധനം വരും എന്നാണ് പറയുന്നത്. അതിൻ്റെ മുന്നൊരുക്കത്തിലാണ് ഇപ്പോൾ STP ഓഫീസിലേക്ക് റെയ്ഡ് നടന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതായത് 2022 സെപ്റ്റംബർ 20 ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുമ്പേ ഇതേമാതിരി ഓപ്പറേഷൻ ഇന്ത്യ മൊത്തം നടത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് കേന്ദ്ര സർക്കാർ NIA നടത്തിയിരുന്നു. അന്ന് NIA ആണ് നടത്തിയത്. പക്ഷേ ഇന്ന് നടത്തുന്നത് ED ആണ്. അതായത് ED വരാനൊരു കാരണമുണ്ട്. എന്തുകൊണ്ട് NIA വരുന്നില്ല ഒരു സുപ്രധാനപ്പെട്ട ചോദ്യമാണ്. ബിഹൈൻഡ് കർട്ടനിൽ കളിക്കുന്ന NIA തന്നെയാണ്. NIA ആണ് ED വിട്ടിട്ട് ഇവന്മാരുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത്. അതായത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ മാതിരി, അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഒരു സംഘടനയാണ്, ഒരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷനെ ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ അധികം ലീഗൽ ചലഞ്ചസ് ഇല്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിനെ എന്താ പറയുക പെട്ടെന്ന് നിരോധിക്കാൻ പറ്റില്ല. സോളിഡ് എവിഡൻസ് വേണം. അതായത് സോളിഡ് എവിഡൻസ് ഉണ്ടായാൽ മാത്രമേ എന്താ പറയുക ഇലക്ഷൻ കമ്മീഷനും കോടതി എന്നൊക്കെ എന്താ പറയുക അതിന് അനുകൂലമായി ഇത് കിട്ടൂ. അല്ലെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഫെയിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഇവന്മാരെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് എന്താ പറയുക NIA ചെയ്ത മാതിരി കാര്യങ്ങൾ ED ചെയ്യുന്നത്. അപ്പോൾ ED ഇവന്മാരുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളെല്ലാം കണ്ടുപിടിച്ച് എന്താ പറയുക ഇന്ത്യ രാജ്യത്തിനെതിരെ പോരാടാൻ വേണ്ടി അവർ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചടക്കം പല വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിരോധിക്കുമ്പോൾ ഒരുപാട് സോളിഡ് എവിഡൻസ് വേണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ED പറഞ്ഞില്ലേ, അതായത് പോപ്പുലർ ഫ്രണ്ടും PFI എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി തന്നെയാണ്. അതായത് ഒരു അക്കൗണ്ട് വെച്ചിട്ട് പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് അവരുടെ കുറേ കാശുകളും അവരുടെ കാര്യങ്ങളും എല്ലാം ഈ STPയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ രണ്ടും ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ ആ ഒരു വിഷയം വെച്ച് അത് തെളിയിക്കുന്ന രേഖകൾ വേണം. ആ തെളിയിക്കുന്ന രേഖകളും കൂടുതലും ഈ മണി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് NIA വരാതെ, അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് NIA ആണല്ലോ വന്നത്. അപ്പോൾ ഇവിടെ NIA വരാതെ ED വിട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അതായത് ഇവർ കൂടുതലും നടത്തിയത് സാമ്പത്തികമായ ക്രമക്കേടുകളാണ്. ആ സാമ്പത്തിക, അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം അവർക്ക് ഫണ്ട് ഉണ്ടായിരുന്നു.
വരുന്നില്ല. ഇവിടെ അവർക്ക് ഒരുപാട് ഫണ്ടുകൾ വേണം. അപ്പോൾ എന്താണ് വിദേശത്ത് നിന്ന് ഒരുപാട് എന്താ പറയുക പ്രോക്സി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് അത് ഈ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കൊണ്ടുവരിക. എന്നിട്ട് എന്താ പറയുക ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി, അതായത് ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ, ജാമ്യത്തിന് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ കോടികൾ കെട്ടിവെക്കണം. അപ്പോൾ പൈസയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല രാജ്യത്തു നിന്നും എന്താണ് വിദേശ രാജ്യത്ത് നിങ്ങൾക്ക് ഇവിടെ പല ചാനൽ വഴി ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇ ഡിക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇ ഡി ഇവരെ സാമ്പത്തികമായ ഡീലിങ്സുകളൊക്കെ ഒരുപാട് രേഖകൾ കിട്ടി. അതായത് 12 സംസ്ഥാനത്ത് നിന്ന് മാത്രം ഇവരെക്കുറിച്ചുള്ള എന്താ പറയുക വ്യക്തമായ ഒരുപാട് സോളിഡ് എവിഡൻസ് കിട്ടി. ഇനിയുള്ളത് ചിലപ്പോൾ ഇനി വരാൻ പോകുന്നത് NIA ആയിരിക്കും. അപ്പോൾ NIA ഒരുപാട് ഇൻപുട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇ ഡിക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി ഇവന്മാരെ കയറി റെയ്ഡ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്താ പറയേണ്ടത് മറ്റേ ഫൈസി MK ഫൈസി എന്ന് പറയുന്ന ഇവരുടെ ദേശീയ അധ്യക്ഷനെ തന്നെ റാഞ്ചിയിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ STP നിരോധിക്കാൻ പോവുകയാണ് ആ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് മുന്നേ തന്നെ സുപ്രധാനപ്പെട്ട തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് രാജ്യത്തിനെതിരെ പോരാടുന്നത്. അതായത് ഈ പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക ജിഹാദികളെ ഇനി തിഹാർ ജയിലൊന്നും പാർപ്പിക്കേണ്ട, നേരെ ഉത്തർപ്രദേശിലെ ജയിലുകൾ പാർപ്പിക്കാനാണ് തീരുമാനം. അപ്പോൾ നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് യോഗിക്ക് അറിയാം ക്രിമിനൽസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, യോഗിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവർക്ക് നല്ല സുഖചികിത്സയായിരിക്കും. ഇനി കേരളത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് പിടിക്കപ്പെടുന്ന ആൾക്കാർ തിഹാർ ജയിലിലായിരിക്കില്ല കേട്ടോ. നേരെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ, പ്രയാഗ്രാജിൽ, ഗോരഖ്പൂർ, ഈ ഉത്തർപ്രദേശിലെ ഏറ്റവും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള 3 ജയിലാണ്. ഒന്ന് ഗാസിയാബാദ്, ഒന്ന് ഗോരഖ്പൂർ, ഒന്ന് പ്രയാഗ്രാജിൽ. ഇവിടേക്ക് കൊടും ക്രിമിനൽസിനെ മാത്രമേ പാർപ്പിക്കൂ. പിന്നെ ഗോരഖ്പൂർ ജയിലിന് പ്രത്യേക ഇതുണ്ട്, അവിടെ സുഖചികിത്സയുണ്ട്, നല്ല ഉത്തർപ്രദേശ് പോലീസിൻ്റെ സുഖചികിത്സ. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന സുഡാപ്പികൾക്കൊക്കെ ഈ ഗോരഖ്പൂരിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നല്ല സുഖചികിത്സ കിട്ടും. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ആദ്യം ബാസിത് താൽവിയുടെ കാര്യം മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് പിടിച്ചുകൊണ്ടേ ഒരുപാട് 10-12ഓളം നേതാക്കന്മാരുണ്ട്, ഈ PFI നേതാക്കന്മാരുണ്ട്. ഈ സുഡാപ്പികളൊക്കെ ഇനി ഉത്തർപ്രദേശ് തിഹാറിൽ നിന്ന് നേരെ എന്താ പറയേണ്ടത് ഗോരഖ്പൂരിലൊക്കെ പ്രയാഗ്രാജിലൊക്കെ കൊണ്ടുപോകും. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ യോഗിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യലെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ ഡെയിലി സുഖചികിത്സയാണെന്നാണ് കേട്ടെ. പിന്നെ അതുമാത്രമല്ല ഇവിടെ തന്നെ ഇവർ ജയിലിൽ തന്നെ കുറ്റവാളികൾ എന്ന പോലെ തന്നെ, അത് കുറ്റവാളികൾ എന്ന വ്യാജേന NIA ഉദ്യോഗസ്ഥരുണ്ട്, ഈ കേന്ദ്ര അന്വേഷണ പല പ്രോക്സി ആൾക്കാരും ജയിലിനകത്ത് തന്നെ ഉണ്ട്. അതായത് ഒരു കൊടും ക്രിമിനലിനെ ഒരു സെല്ലിൽ പാർപ്പിക്കുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സഹവാസിയായിട്ട് ചിലപ്പോൾ കൂടെ ഉണ്ടാവുന്ന ചിലപ്പോൾ ഒരു NIA ഉദ്യോഗസ്ഥനോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോക്സി ആയിട്ട് ഉണ്ടാകും. അപ്പോൾ അതെന്തിനാണെന്നറിയോ ഇല്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് എല്ലാ സാധനം ഡീറ്റെയിൽസ് വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. പിന്നെ നന്നായിട്ട് പെരുമാറാനും തന്നെ, അതായത് സുഖചികിത്സയ്ക്ക് വേണ്ടി തന്നെയാണ്. എന്തിനാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ഇനി ഇന്ത്യ രാജ്യത്ത് നിന്ന് എന്തെങ്കിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ തിഹാർ ജയിലിലേക്കല്ല പോവുക, നേരെ UP-ലോട്ടാണ്. അത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ യോഗിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയൊക്കെ യോഗിക്ക് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അതായത് ഓൾറെഡി പ്രൂവ് ചെയ്താണ് പുള്ളി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ആത്തിഖ് അഹമ്മദിനും അഷ്റഫ് അഹമ്മദിനൊക്കെ അവന്മാരോടൊക്കെ പറഞ്ഞിരുന്നു. അതായത് നാളെ നിന്നെ തട്ടുമെന്ന് എന്താ പറയുക മുൻകൂട്ടി വിവരം കൊടുത്തിട്ടാണ് ഇവന്മാരൊക്കെ ലൈവ് ടിവിയുടെ ചാനലുകളൊക്കെ ലൈവ് ടെലികാസ്റ്റ് പോകുന്ന സമയത്ത് മുന്നിൽ നിന്ന് ടപ്പേ എന്ന് പോയിന്റ് ബ്ലാങ്കിൽ ഇവന്മാരെ തീർത്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രത്തോളം കപ്പാസിറ്റിയും കാലിബറും എന്നൊരു ദൃഢനിശ്ചയമുള്ള ഒരാളാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ മുമ്പൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ ഈ പ്രത്യേകിച്ച് ഹിന്ദി സിനിമയൊക്കെ അടുത്ത കാലത്ത് വരുന്ന ഹിന്ദി സിനിമകളൊക്കെ വലിയ പോലീസ് ഓഫീസിന് വലിയ ബിൽഡപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതായത് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ഫ്രം UP പോലീസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് അത് വലിയൊരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും UP പോലീസിനെ കുറിച്ച് വലിയൊരു മതിപ്പുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ എന്തെങ്കിലും ആക്ഷൻ നടന്നേ, എന്തെങ്കിലും ക്രൈം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലേക്ക് എന്തെങ്കിലും ഇങ്ങനെ ക്രൈം പോസ്റ്റുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവനൊക്കെ UP പോലീസിൻ്റെ കയ്യിൽ കിട്ടണമായിരുന്നു, UP-യിലായിരുന്നു ഈ സംഭവം നടന്നിരുന്നെങ്കിൽ ഇവൻ്റെ കഥ കഴിഞ്ഞേനെ അങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. എന്തെങ്കിലും ക്രൈം നടന്ന അതിൻ്റെ അടിയിൽ നോക്കിയാൽ ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. എന്തെങ്കിലും ക്രൈം നടന്ന ആ വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇവൻ ഈ സംഭവം UP-യിലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ഇടുക. അപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് ഇന്ത്യയിലെ ക്രിമിനൽസിലെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിന് തന്നെയാണ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ പോലീസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്കൊരു ഫുൾ ഫ്രീഡം നൽകി. അതായത് പോലീസിൽ കറപ്റ്റഡായ ആൾക്കാരെല്ലാം തൂക്കി വെളിയിൽ കളഞ്ഞു. യോഗി വന്നതിന് ശേഷം നല്ല എനർജറ്റിക് ആൻഡ് ഡൈനാമിക് പിള്ളേരെ എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്തു പോലീസിൽ. ഇപ്പോൾ പക്ക അടിപൊളിയാണ്. ഇന്ത്യയിൽ എവിടെ ക്രൈം നടന്നാലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ UP പോലീസിനെ ടാഗ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്താ പറയുക അതിന് ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അത് അവർ പരിശോധിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ടാഗ് ചെയ്തേ UP പോലീസിനെ. എന്തിനാലും കേരളത്തിലെ ഈ സുഡാപ്പികൾക്കൊക്കെ ഉത്തർപ്രദേശിൽ സുഖ ചികിത്സ ലഭിക്കാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.